So good morning all. നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കണേ. ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ നോട്ട്സ് ഞാൻ ചെക്ക് ചെയ്യും. ഇതിലെടുക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ടിൽ അതേപോലെ സ്ലൈഡിലുള്ള സർക്യൂട്ട് ഡയഗ്രാം എന്തൊക്കെയാണ് വർക്കിംഗ് കാര്യങ്ങൾ പറയുന്ന നോട്ട്സ് അതേപോലെ കറക്റ്റായിട്ട് എഴുതി വെക്കണം. നെക്സ്റ്റ് ടൈം എപ്പോഴാണോ നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ വരുന്നത് അപ്പം ഞാൻ നോട്ട് ചെക്ക് ചെയ്യും കേട്ടോ. വെറുതെ നിങ്ങളിത് കണ്ടിരുന്നാൽ പോരാ. ഓഡിബിൾ ആണല്ലോ? മിസ്. ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റെക്ടിഫയേഴ്സ്, ഫിൽറ്റേഴ്സ്, റെഗുലേറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ആംപ്ലിഫയേഴ്സ് ആണ്. അതായത് ആംപ്ലിഫയേഴ്സ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. സോ കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ നിങ്ങൾ ട്രാൻസിസ്റ്റേഴ്സ് പഠിച്ചു. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിൽ പല മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, മെയിനായിട്ട് 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പഠിച്ചു അല്ലേ? ട്രാൻസിസ്റ്റേഴ്സിൻ്റെ 4 ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഏതൊക്കെയായിരുന്നു മോഡ്സ് ഓഫ് ഓപ്പറേഷൻ? ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ 4th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ് 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. ഏതൊക്കെയായിരുന്നു? ആക്റ്റീവ് മോഡ്, then saturation mode, cut off mode and reverse active mode. Okay. ഇത് 4 റീജിയൻസ് എന്ന് പറയാം. 4 regions ഓഫ് ഓപ്പറേഷൻ. ആക്റ്റീവ് റീജിയൻ ഉണ്ട്, അതുപോലെ സാച്ചുറേഷൻ, കട്ട് ഓഫ് ആൻഡ് റിവേഴ്സ് ആക്റ്റീവ് റീജിയൻ. ഓക്കെ. സോ ഈ 4 റീജിയൻസിലും അതിൻ്റെ ഓപ്പറേഷന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ആക്റ്റീവ് റീജിയനിൽ എന്തായിട്ടാണ് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്? സീരീസ് എക്സാമിന് പഠിച്ച് എഴുതിയതല്ലേ? ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് മോഡ്സ് പറഞ്ഞപ്പോൾ 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. ആക്റ്റീവ് മോഡ്, സാച്ചുറേഷൻ മോഡ്, കട്ട് ഓഫ് ആൻഡ് റിവേഴ്സ് ആക്റ്റീവ് മോഡ്. ഓക്കെ. സോ അതിൽ തന്നെ ഓരോ മോഡ്സ് ഓഫ് ഓപ്പറേഷനിലും ട്രാൻസിസ്റ്റർ ഏത് ടൈപ്പിലാണ് ബിഹേവ് ചെയ്യുക, എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. സോ നമ്മൾ ഈ ആംപ്ലിഫയേഴ്സിൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ആക്റ്റീവ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റർ എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്? ആംപ്ലിഫയർ. ഓക്കെ. ആംപ്ലിഫയേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ ആക്റ്റീവ് മോഡിൽ ട്രാൻസിസ്റ്റേഴ്സ് ആംപ്ലിഫയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. ആംപ്ലിഫിക്കേഷൻ പ്രോസസ് ആണ് നടക്കുന്നത്. സാച്ചുറേഷൻ മോഡ് ഓൺ സ്വിച്ച്. ഓക്കെ. ദെൻ കട്ട് ഓഫ് മോഡ് ഓഫ് സ്വിച്ച് ആൻഡ് റിവേഴ്സ് ആക്റ്റീവ് നമ്മൾ അത്രയ്ക്ക് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. സോ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് 4 മെയിൻ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് ആക്റ്റീവ്, സാച്ചുറേഷൻ, കട്ട് ഓഫ് ആൻഡ് റിവേഴ്സ് ആക്റ്റീവ്. ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ട്രാൻസിസ്റ്റർ ആക്റ്റീവ് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ആക്റ്റീവ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഏത് രീതിയിൽ ബയാസിങ് കൊടുക്കണം? ഓരോ മോഡ്സ് ഓഫ് ഓപ്പറേഷനിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയാസിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇൻ ആക്റ്റീവ് മോഡ് ഓപ്പറേഷൻ, ബേസ് എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ബി ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ. സോ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ ആക്റ്റീവ് റീജിയനിലാണ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. ട്രാൻസിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ വെൻ ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ഇൻ ആക്റ്റീവ് റീജിയൻ. ഓക്കെ. സോ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് ആംപ്ലിഫയർ ആയിട്ട് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുമ്പം ഇറ്റ് ഷുഡ് ബി ഓപ്പറേറ്റഡ് ഇൻ ആക്റ്റീവ് റീജിയൻ. ആൻഡ് ഇൻ ആക്റ്റീവ് റീജിയൻ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി ബയാസ്ഡ്. ഓക്കെ. സോ ആക്റ്റീവ് റീജിയനിൽ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ പ്രോപ്പർ ബയാസിങ് കണ്ടീഷൻ. സോ പ്രോപ്പർ ബയാസിങ് കണ്ടീഷൻ മീൻസ് ആക്റ്റീവ് മോഡിൽ റീജിയനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഏത് ബയാസിങ് കണ്ടീഷനിലാണെന്ന് നോക്കുക. അതായത് ബേസ് എമിറ്റർ ജംഗ്ഷൻ, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബേസ് എമിറ്റർ ഷുഡ് ബി ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ. സോ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡിലും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് കണ്ടീഷനിലും ആയിക്കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യും. സോ ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പം ട്രാൻസിസ്റ്റേഴ്സ് ആംപ്ലിഫയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. സോ ആംപ്ലിഫയേഴ്സ് ആയിട്ട് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുമ്പം ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിഫയർ മീൻസ് ആംപ്ലിഫിക്കേഷൻ മീൻസ്
വോൾട്ടേജ് ആണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നതിൽ അതിന്റെ ഗെയിൻ, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. അതുപോലെ ഇപ്പോൾ കറണ്ടിന്റെ ആണ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. എന്താണ്, ഇപ്പം എ സി വേവ് ഫോം ആണ് ഇൻപുട്ട് സൈഡിൽ വി ആർ ഗിവിംഗ് ഇൻപുട്ട് വേവ് ഫോം, വോൾട്ടേജ് വേവ് ഫോം ഇതാണെങ്കിൽ ആംപ്ലിഫിക്കേഷൻ മീൻസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആംപ്ലിഫയർ മീൻസ് ഇൻക്രീസ് ചെയ്യാണ്. ഏതാണോ ഇൻക്രീസ് ചെയ്യേണ്ടത്, ഇപ്പം വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുക, കറണ്ട് ആണെങ്കിൽ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ കോമൺ എമിറ്റർ ആർ സി, നമ്മൾ പഠിക്കുന്നത് കോമൺ എമിറ്റർ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. അതായത് ഓക്കെ, സോ ആംപ്ലിഫയേഴ്സിൽ കോമൺ എമിറ്റർ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ, അതായത് കോമൺ എമിറ്റർ മീൻസ് എന്താണ്, 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പഠിച്ചിരുന്നു. ഓക്കെ, സോറി മോഡ്സ് ഓഫ് ഓപ്പറേഷനിൽ 3 ടൈപ്സ് ഓഫ് കണക്ഷൻസ്, അതായത് ട്രാൻസ്ഫോമർ കോൺഫിഗറേഷൻസ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉണ്ട്, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഡിവൈസ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ആണ് ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. ദെൻ ആംപ്ലിഫയേഴ്സ് ആയിട്ട് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ആക്റ്റീവ് റീജിയനിലാണ് ഇതൊക്കെ എഴുതിയെടുക്കണേ നോട്ട്സ്. സോ ആക്റ്റീവ് റീജിയനിലാണ് ആംപ്ലിഫയർ വർക്ക് ചെയ്യേണ്ടത്. ദെൻ ആക്റ്റീവ് റീജിയനിൽ ട്രാൻസിസ്റ്റേഴ്സ് ആംപ്ലിഫയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പർ ബയാസിംഗ് കൊടുക്കണം. പ്രോപ്പർ ബയാസിംഗ് മീൻസ് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ ആണ്. സോ കോമൺ എമിറ്റർ മീൻസ് എമിറ്റർ ഷുഡ് ബി കോമൺ ടു ബോത്ത് ഇൻപുട്ട് സൈഡ് ആൻഡ് ഔട്ട്പുട്ട് സൈഡ്. ഓക്കെ, ഇൻപുട്ടിലും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് എമിറ്റർ വരികയാണെങ്കിലാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ അല്ലെങ്കിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് ആണ് ആംപ്ലിഫയേഴ്സ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പല രീതിയിലുള്ള ആംപ്ലിഫയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സർക്യൂട്ട് ഡിസ്കസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയേഴ്സ് ആണ്. അതായത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സിന്റെ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സാണ് പഠിക്കുന്നത്. ഓക്കെ, എന്നാൽ അതുപോലെ ഇവിടെ ആർ സി കപ്പിൾഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് ഹൈ വോൾട്ടേജ് ഗെയിൻ ആൻഡ് കറണ്ട് ഗെയിൻ. അതായത് ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനിൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് ഗെയിനും നല്ല കറണ്ട് ഗെയിനും കിട്ടും. ഓക്കെ, സോ വോൾട്ടേജ് ഗെയിൻ മീൻസ് വാട്ട്? വോൾട്ടേജ് ഗെയിൻ മീൻസ് റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്താൽ അത് എത്രത്തോളം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, സോ ആ ഒരു ഫാക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, സോ വോൾട്ടേജ് ഗെയിൻ മീൻസ് റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ്. സോ എത്ര ഫാക്ടർ, ഇപ്പം 2 വോൾട്ട് ഇൻപുട്ട് അപ്ലൈ ചെയ്തു, നമുക്ക് 10 വോൾട്ട് ആണ് ഔട്ട്പുട്ട് മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നതെങ്കിൽ അവിടെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, സോ ആ ഒരു ആംപ്ലിഫിക്കേഷൻ എത്രത്തോളം നടന്നു അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. സോ ദീസ് ആംപ്ലിഫയർ ഹാവ് ഹൈ വോൾട്ടേജ് ഗെയിൻ ആൻഡ് കറണ്ട് ഗെയിൻ. ഓക്കെ, നമ്മൾ ഒരു ആംപ്ലിഫയറിൽ ഒരു ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കിട്ടും. ഓക്കെ, സോ ഇഫ് വി വാണ്ട് ടു ഇൻക്രീസ് ദി വോൾട്ടേജ് ഗെയിൻ ഓർ കറണ്ട് ഗെയിൻ വി ഹാവ് ടു കണക്ട് more number of amplifiers. ഓക്കെ, സോറി, മോർ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, സോ അതായത് ഒരു സർക്യൂട്ടിൽ ഒറ്റൊരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഗെയിൻ കിട്ടും. അതായത് ഇപ്പോൾ 5 ആണ് വോൾട്ടേജ് ഗെയിൻ എന്ന് വിചാരിക്കാം. അതിനേക്കാളും ഹയർ ഗെയിൻ വേണമെങ്കിൽ എന്ത് വേണം? ഒരു ട്രാൻസിസ്റ്ററും കൂടെ അതിൻ്റെ കൂടെ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് വെറുതെ കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് തമ്മിൽ ഏത് രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്? ഓക്കെ, സോ അതിനാണ് കപ്ലിംഗ് എന്ന് പറയും. അതായത് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് അടുത്തൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ടായിട്ട് ഏത് രീതിയിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ആ ഒരു കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ മീൻസ് ആർ സി നെറ്റ്വർക്ക്, അതായത് റെസിസ്റ്റർ കപ്പാസിറ്റർ കപ്ലിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇതിന്റെ നെയിമിൽ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ when large voltage gain is required, many stages of amplifiers are used. Okay, ഇപ്പോൾ ഒരു സ്റ്റേജ് ആംപ്ലിഫയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഗെയിൻ കിട്ടും. ദെൻ ഗെയിൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് മോർ നമ്പർ ഓഫ് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, സോ വെൻ മോർ number of amplifiers are used, you have to couple these amplifiers. Okay, so coupling between successive stages, അതായത് ഓരോ സ്റ്റേജിലുള്ള ആംപ്ലിഫയേഴ്സും തമ്മിൽ കപ്ലിംഗ് ചെയ്യണം. അതായത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. So coupling between successive stages are done using different methods. Okay, so പല മെത്തേഡ്സിലും നമുക്ക് കപ്ലിംഗ് ചെയ്യാം. അതായത് ഒരു ആംപ്ലിഫയർ സ്റ്റേജിന് മറ്റൊരു ആംപ്ലിഫയർ ആയിട്ട് കണക്ട് ചെയ്യുന്നു. സോ ആ ഒരു പ്രോസസ്സാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്.
സോ സക്സസീവ് സ്റ്റേജസ്, ഓരോ സ്റ്റേജസും തമ്മിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ കപ്ലിംഗ് ചെയ്യാം. സോ അതൊക്കെയാണ് റെസിസ്റ്റൻസ് കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്, ഡയറക്റ്റ് കപ്ലിംഗ്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, ഇങ്ങനെ പല മെത്തേഡ്സും ഉണ്ട് കപ്ലിങ്ങിന്. ഓക്കെ, സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് RC കപ്ലിംഗ് ആണ്. അതായത് രണ്ട് ആംപ്ലിഫയർ സ്റ്റേജസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അതിനിടയിൽ വരുന്ന കമ്പോണൻസ്, അത് റെസിസ്റ്റർ, കപ്പാസിറ്റർ കമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ് കപ്പിൾ ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, സോ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. സോ കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയർ. സോ ആംപ്ലിഫയർ മീൻസ് ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിൽ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ വെൻ ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ഇൻ ആക്റ്റീവ് റീജിയൻ. ഓക്കെ, സോ ട്രാൻസിസ്റ്റേഴ്സ് ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അത് ആംപ്ലിഫയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, സോ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ട്രാൻസിസ്റ്റർ ഷുഡ് ബി പ്രോപ്പർലി ബയാസ്ഡ്. ഓക്കെ, സോ പ്രോപ്പർലി ബയാസ്ഡ് മീൻസ് ആക്റ്റീവ് റീജിയനിൽ വരാനുള്ള ബയാസിംഗ് കണ്ടീഷൻ ആണ് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ബി ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ, സോ ഈ രീതിയിൽ ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, കോമൺ ട്രാൻസിസ്റ്റേഴ്സ് ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യും. സോ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഹൈ കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിനും കിട്ടും. ഓക്കെ, സോ ഇനി ഓരോ സ്റ്റേജിനും ഓരോ ആംപ്ലിഫയറിനും ഡിഫറെൻറ്റ് voltage gains ഉണ്ടാവും. then if we want to increase this voltage gain we have to connect different stages of amplifier. okay, so different stages of amplifier connect ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സോ കപ്ലിങ്ങിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ റെസിസ്റ്റർ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്, റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് ആംപ്ലിഫയർ സ്റ്റേജസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ RC കപ്പിൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോമൺ എമിറ്റർ മീൻസ് ട്രാൻസിസ്റ്റർ മൂന്ന് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് കോമൺ എമിറ്റർ, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയല്ലോ. കോമൺ എമിറ്റർ, ഇതാണ് കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, ക്ലിയർ? അഭിനവ് ക്ലിയർ ആണോ? ക്ലിയർ. Okay, so next we can consider the circuit diagram of RC coupled amplifier. Okay, so this is the circuit diagram for RC coupled amplifier. Okay, so നമ്മൾ നോക്കുക, RC coupled amplifier നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ സർക്യൂട്ട് നോക്കുക, ദിസ് ട്രാൻസിസ്റ്റർ ഈസ് കണക്റ്റഡ് ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, സോ കോമൺ എമിറ്റർ മീൻസ് ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ, മൂന്ന് ടെർമിനൽസ് ഉണ്ട്, കളക്ടർ, ബേസ് ആൻഡ് എമിറ്റർ. ഓക്കെ, സോ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്താണ്, എമിറ്റർ ഷുഡ് ബി കോമൺ ടു ബോത്ത് ഇൻപുട്ട് സൈഡ് ആൻഡ് ഔട്ട്പുട്ട് സൈഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എമിറ്റർ സൈഡ്. സോ എമിറ്റർ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ ഇതാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ബാക്കി ഏതൊക്കെയാണ് കമ്പോണൻസ് നോക്കാം. ഓക്കെ, സോ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1 ദെൻ R2, ദെൻ കളക്ടറിൽ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് RC, ദെൻ എമിറ്റർ ടു ഗ്രൗണ്ടിലേക്ക് ഒരു റെസിസ്റ്റർ RE, ദെൻ ഇവിടെ ഒരു കപ്പാസിറ്റർ ആണ് CE, ദെൻ C2 കളക്ടറിൽ നിന്നുള്ള കപ്പാസിറ്റർ, C1 ബേസ് ടു ഇൻപുട്ട് സൈഡ് കപ്പാസിറ്റർ. ഓക്കെ, ദെൻ വി ആർ അപ്ലൈയിങ് ഇൻപുട്ട് സിഗ്നൽ ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്. അതായത് ഈ രണ്ട് പോയിന്റിന് ഇടയിലായിട്ടാണ് ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് വി ആർ ടേക്കിംഗ് ഔട്ട്പുട്ട് ഫ്രം ദീസ് ടു പോയിന്റ്സ്. ഓക്കെ, ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം എല്ലാവരും വരച്ചെടുക്കുക. സർക്യൂട്ട് ഡയഗ്രാം വരച്ചെടുക്കുക, ട്രാൻസിസ്റ്റർ വരക്കുക, കളക്ടർ, ബേസ് ആൻഡ് എമിറ്റർ, ദെൻ this one resistor RC connected to this point. so ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് VCC, then emitter to ground resistor RE, then base എന്നൊരു കണക്ഷൻ പോന്നു, C1 capacitor, then input is applied between these two terminals, then resistor R1 and R2. okay, then we are applying input between these two terminals.
Input signal is given between these two terminals and we are taking output between these two terminals. Okay. So input we are giving AC input signal. Okay. AC input signal ആണ് ഇവിടെ കൊടുക്കുന്നത്. Then amplification process കഴിഞ്ഞിട്ട് കിട്ടുന്നത് അതേ AC signal തന്നെ. So amplification means അതിൻ്റെ magnitude increase ചെയ്യുന്നുണ്ട്. Okay. Then ഇവിടെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സിഗ്നൽ ആംപ്ലിഫൈഡ് സിഗ്നൽ ഈവൻ ദോ ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ് സിഗ്നൽ ദ സിഗ്നൽ വിൽ ബി ഇൻവേർട്ടഡ് സിഗ്നൽ. ഓക്കെ, അതായത് ഔട്ട്പുട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ എന്താണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. ബട്ട് ഔട്ട്പുട്ട് വേവ് ഫോം വിൽ ബി ഇൻവേർട്ടഡ് വൺ. ഓക്കെ, സോ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു ഫേസ് ഷിഫ്റ്റ് വരും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 0 ഡിഗ്രിയിലാണ് ഇവിടെ 0 വരുന്നത്. ദെൻ ഇൻക്രീസസ് ടു 1 മാക്സിമം വാല്യൂ, ദെൻ ഡിക്രീസസ് ടു 0, ദെൻ ടു നെഗറ്റീവ് സൈഡ്. പക്ഷെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടാൻ നേരെ തിരിച്ചിട്ടുള്ള വേവ് ഫോം ആണ്. അതായത് പോസിറ്റീവ് സൈഡ് വന്നിടത്ത് നെഗറ്റീവ് സൈഡും നെഗറ്റീവ് വന്ന സ്ഥലത്ത് പോസിറ്റീവ് സൈഡായിട്ട് വരാം. പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഔട്ട്പുട്ട് ഇൻവേർട്ടഡ് ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇനി ഇതിൽ ഓരോ കമ്പോണൻസും, അതായത് ട്രാൻസിസ്റ്റർ ഈ രീതിയിൽ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആംപ്ലിഫിക്കേഷൻ നടന്ന് ഒരു ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ട്രാൻസിസ്റ്റർ പ്രോപ്പർലി ബയാസ്ഡ് ആയിരിക്കണം. ഓക്കെ, സോ ഈ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷനിലാണ്, ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, സോ ആക്റ്റീവ് മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദിസ് ട്രാൻസിസ്റ്റർ ഷുഡ് ബി പ്രോപ്പർലി ബയാസ്ഡ്. ഓക്കെ, സോ ബയാസിങ്ങിന് വേണ്ടിയിട്ട് പല മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഹിയർ വി ആർ യൂസിങ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്. ഓക്കെ, സോ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബയാസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം. അതുപോലെ കളക്ടർ ബേസ് ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ വരുന്ന എവിടെയാന്ന് നോക്കുക. ഓക്കെ, സോ ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ബേസ് എമിറ്റർ ജംഗ്ഷൻ. ഓക്കെ, ദെൻ ബേസ് കളക്ടർ ജംഗ്ഷൻ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈ ജംഗ്ഷൻ ആണ് എന്ത് വേണം? ഫോർവേഡ് ബയാസ്ഡ്. ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ ഷുഡ് ബി ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ, സോ ഇവിടെ ഫോർവേഡ് ബയാസ്ഡ് മീൻസ് എന്താണ്? ബേസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, സോ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഈ ബേസ് എമിറ്റർ ജംഗ്ഷൻ അക്രോസ് ഉള്ള വോൾട്ടേജ് നോക്കാം. ഓക്കെ, സോ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ അക്രോസ് ഉള്ള വോൾട്ടേജ് പ്രോപ്പർ വോൾട്ടേജ് കിട്ടുകയാണെങ്കിൽ എന്ത് വരും? ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലേക്ക് പോകും. ഓക്കെ, സോ ഈ ബേസ് എമിറ്റർ ജംഗ്ഷൻ അക്രോസ് വോൾട്ടേജ് എങ്ങനെയാണ് വരിക? ഇതിന് അക്രോസ് ഒരു റെസിസ്റ്റർ ഉണ്ട്. ഈ ബേസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ ആണ് R2. ദെൻ ഈ എമിറ്ററിനും ഇവിടെ RE ഉണ്ട്, R2 ഉണ്ട്. ഓക്കെ, സോ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് മോഡിൽ വർക്ക് ചെയ്യാൻ പ്രോപ്പർ ബയാസിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് റെസിസ്റ്റൻസ് R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ട്രാൻസിസ്റ്റേഴ്സ് ആക്റ്റീവ് മോഡിൽ വർക്ക് ചെയ്താൽ മാത്രമേ ആംപ്ലിഫയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യൂ. Okay, so for working in active mode, transistor should be properly biased. So proper biasing means base emitter junction should be forward biased and base collector junction should be reverse biased. Okay, so biasing decide ചെയ്യുന്ന എന്താണ്? അതിന് across apply ചെയ്തിരിക്കുന്ന voltage. ഓക്കെ, അതായത് ഒരു ടെർമിനൽ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു അനദർ ടെർമിനൽ. സോ അത് നോക്കിയിട്ടാണ് അത് ഫോർവേഡ് ബയാസ്ഡ് ആണോ അത് റിവേഴ്സ് ബയാസ്ഡ് ആണോ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിന് അക്രോസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് റെസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ R1 R2 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദ ഫങ്ഷൻ ഓഫ് R1 R2 എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്റേഴ്സിന് പ്രോപ്പർ ബയാസിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദീസ് ടു റെസിസ്റ്റേഴ്സ് ആർ യൂസിങ്. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഈ രണ്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ VCC എന്ന് പറയുന്ന ഒരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ രണ്ട് റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണോ അതിനനുസരിച്ചിട്ട് ഈ രണ്ട് റെസിസ്റ്ററിനും R1നും R2നും അക്രോസ് എന്ത് വരും? വോൾട്ടേജ് ഡ്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഈ വോൾട്ടേജ് ഡ്രോപ്പാണ് ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ ടെർമിനലിലും അതുപോലെ ബേസ് കളക്ടർ ടെർമിനലിലും അക്രോസ് അപ്ലൈ ചെയ്യുന്നത്.
ഓക്കെ. സോ ഈ വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് R2 R1ൻ്റെ വാല്യൂ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് കൺട്രോൾ ചെയ്യാം. അതായത് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? ഈക്വൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റൻസ് ഇൻ ടു റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 എന്ന് പറയുന്നത് I ഇൻറ്റു R2 ആണ്. സോ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബേസ് എമിറ്റർ ജംഗ്ഷൻ അക്രോസ് ഒരു പ്രോപ്പർ വോൾട്ടേജ് കിട്ടും. ഓക്കെ, സോ ആ വോൾട്ടേജ് ബേസ് എമിറ്റർ ജംഗ്ഷന് ഫോർവേഡ് ബയാസ് ചെയ്യുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് റെസിസ്റ്റൻസ് R1 R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, R1 R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസും ഈ VCC എന്ന് പറയുന്ന സപ്ലൈ വോൾട്ടേജും കൂടി, ഈ മൂന്ന് കമ്പോണൻസും ചേർന്നിട്ടാണ് ഈ ട്രാൻസിസ്റ്ററിന് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് വഴി പ്രോപ്പർ ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കുന്നത്. സോ പ്രോപ്പർ ബയാസിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യും. ഓക്കെ, സോ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എന്ത് നടക്കും? ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് നടന്നിട്ട് ഇൻപുട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ അതാണ് ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ ഫംഗ്ഷൻ ഈ ഒരു സർക്യൂട്ടിൽ. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്, അതായത് ഈ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് ഡിവൈഡർ ട്രാൻസിസ്റ്ററിന് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ബയാസിംഗ് കൊടുക്കണം. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബയാസിംഗ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ്. ഓക്കെ, സോ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സ് രണ്ട് റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യാം. സോ ആ ഒരു ബയാസിങ്ങിനാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ടിൽ എന്താണ്? two resistors R1 and R2 connected across the supply voltage VCC. Okay, so സർക്യൂട്ടിൽ കാണിച്ചു തന്നു VCC എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട്, അതിലേക്കാണ് ഈ R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 ഫോർവേഡ് ബയാസസ് ബേസ് എമിറ്റർ ജംഗ്ഷൻ. ഓക്കെ, സോ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്, അപ്പോൾ ഈ സർക്യൂട്ടിൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് two resistors R1 and R2 connected across the supply voltage VCC. ഓക്കെ, അപ്പോൾ ഈ R1 R2നെ അക്രോസ് ആയിട്ട് സപ്ലൈ വോൾട്ടേജ് കണക്ട് ചെയ്യുമ്പോൾ ഈ റെസിസ്റ്ററിന് വാല്യൂവിന് അനുസരിച്ച് ഈ രണ്ട് റെസിസ്റ്ററിന് അക്രോസും വോൾട്ടേജ് ഡ്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ R2ന് അക്രോസുള്ള വോൾട്ടേജ് ആണ്, അതിനനുസരിച്ചിട്ടാണ് ബേസ് എമിറ്റർ ജംഗ്ഷനിൽ സർക്യൂട്ടിൽ നോക്കുക. ഓക്കെ, സോ ഇവിടെയാണ് ബേസ് എമിറ്റർ ജംഗ്ഷൻ വരുന്നത്. സോ ഈ R2ന് അക്രോസ് എത്രയാണോ വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ബേസ് എമിറ്റർ ജംഗ്ഷന് അക്രോസ് വരുന്ന വോൾട്ടേജ്. ഓക്കെ, സോ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഈ ട്രാൻസിസ്റ്ററിന് ഫോർവേഡ് ബയാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ആംപ്ലിഫയർ സർക്യൂട്ടിലെ R1 R2 ആൻഡ് VCCന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, VCC R1 ആൻഡ് R2 പ്രൊവൈഡ് പ്രോപ്പർ ബയാസിംഗ് to the transistor to work the transistor as an amplifier. Okay, to work the transistor in active mode or work as an amplifier, we have to provide proper biasing. That proper biasing here we are giving through voltage divider biasing, and that voltage divider biasing function is done by this supply voltage VCC R1 and R2. Okay, ഈ സപ്ലൈ വോൾട്ടേജ് VCC R1നും R2നും അക്രോസ് വരും. സോ അതിൻ്റെ റെസിസ്റ്റർ വാല്യൂ അനുസരിച്ചിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് R2ന് അക്രോസ് വരും. ദെൻ ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പാണ് ഈ വോൾട്ടേജ് ഡ്രോപ്പിന് എത്രയാണോ വരുന്നത് ആ എമൗണ്ടിനനുസരിച്ചിട്ടാണ് ബേസ് എമിറ്ററിന് അക്രോസ് വോൾട്ടേജ് വരിക. ദെൻ ആ ഒരു വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? ബേസ് എമിറ്റർ ജംഗ്ഷന് ഫോർവേഡ് ബയാസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഈ മൂന്ന് VCC R1 ആൻഡ് R2ൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, two resistors R1 and R2 connected across the supply voltage and voltage drop across R2 forward biases base emitter junction. ഓക്കെ, ഇനി വേറെ ഏതൊക്കെയാ കമ്പോണൻസ് നോക്കാം. ബാക്കി ഏതൊക്കെയാ കമ്പോണൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്? കപ്പാസിറ്റേഴ്സ് അതർ. ഓക്കെ, C1 C2 ആൻഡ് CE മൂന്ന് കപ്പാസിറ്റേഴ്സ് വരുന്നുണ്ട്. Okay, so now we can check what is the function of these capacitors in this circuit. Okay, so C1 and C2 are known as coupling capacitors. Okay, C1 C2 coupling capacitor. അതായത് C1ന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എവിടെയാണ് ഇൻപുട്ട് സിഗ്നൽ വി ആർ അപ്ലൈയിങ് AC ഇൻപുട്ട് സിഗ്നൽ ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്. ഓക്കെ, then the function of these capacitor C1 is to block DC component in the input signal.
ഓക്കെ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എ സി ഇൻപുട്ട് സിഗ്നൽ ആണ്. സോ ഈ കപ്ലിംഗ് കപ്പാസിറ്റർ, സി എന്ന് പറയുന്നതിൻ്റെ പേരാണ് കപ്ലിംഗ് കപ്പാസിറ്റർ. ഓക്കെ, കപ്ലിംഗ് കപ്പാസിറ്റർ ഇൻ ഇൻപുട്ട് സൈഡ്. ഇപ്പോൾ C1ൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ഡി സി കമ്പോണൻറ്റ് ഇൻ ദി ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ഇതിന് അക്രോസ് ആണ് ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. സോ ഇതിൽ ഈ ഇൻപുട്ട് സിഗ്നൽ എ സി ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഡി സി കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഡി സി കമ്പോണൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് C1 യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കപ്ലിംഗ് കപ്പാസിറ്റർ C1 വിൽ ബ്ലോക്ക് ദ ഡി സി കമ്പോണൻറ്റ് ഇൻ ദി ഇൻപുട്ട് സിഗ്നൽ ആൻഡ് അലൗസ് ഓർ ഡ്രൈവ്സ് എ സി സിഗ്നൽ ടു ദി ബേസ് ജംഗ്ഷൻ. ഓക്കെ, അതായത് ബേസിലേക്ക്, ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കൊടുക്കേണ്ടത് ഇൻപുട്ട് സിഗ്നൽ, അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് എ സി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് എ സി ആണ്. ദെൻ അതിൽ ഇൻ കേസ് ഡി സി കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ ഇൻപുട്ട് എന്ത് ചെയ്യും, C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ ഈ ഇൻപുട്ടിൽ എ സി സിഗ്നലിന് മാത്രം ഈ ഇൻപുട്ട് സൈഡിലേക്ക്, അതായത് ബേസ് സൈഡിലേക്ക് പാസ് ചെയ്തിട്ട് അതിലുള്ള ഡി സി കമ്പോണൻസിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് C1 ഇൻപുട്ട് സൈഡിലെ കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. സോ സിമിലർ ഫംഗ്ഷൻ ആണ് C2ന്. ഓക്കെ, സോ C2 എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് സൈഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് നടന്ന് ഔട്ട്പുട്ടിലേക്ക് പോകേണ്ട സിഗ്നൽ ഏതാണ്, എ സി സിഗ്നൽ ആണ്. Okay, and if there is any DC component in this output signal, the capacitor C2 will block DC component from the output signal and pass AC to output side. Okay, അതായത് C2ൻ്റെ ഫംഗ്ഷനും C1ൻ്റെ അതേ ഫംഗ്ഷനാണ് ഡി സി കമ്പോണൻറ്റിനെ ബ്ലോക്ക് ചെയ്യുക. സോ ഇത് ഔട്ട്പുട്ട് സൈഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഔട്ട്പുട്ടിലേക്ക് പോകുന്ന സിഗ്നലിൽ ഡി സി കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ ആ ഡി സിനെ ബ്ലോക്ക് ചെയ്തിട്ട് എ സി കമ്പോണൻറ്റിനെ മാത്രം ഔട്ട്പുട്ട് സൈഡിലേക്ക് പാസ് ചെയ്യും. സോ അതാണ് C2 എന്ന് പറയുന്ന കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ. Okay, so C1 and C2 are known as coupling capacitor. C1 coupling capacitor in input side and C2 coupling capacitor in output side. Okay, so input side coupling capacitor function എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുക്കുന്ന എ സി സിഗ്നൽ ബേസിലേക്ക് പാസ് ചെയ്യും. അതേസമയം ഈ ഇൻപുട്ടിൽ ഡി സി കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ C2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷന് ഔട്ട്പുട്ടിലേക്ക് പോകുന്ന സിഗ്നലിൽ, ആംപ്ലിഫൈ ചെയ്ത് പോകുന്ന സിഗ്നലിൽ ഡി സി കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബ്ലോക്ക് ഡി സി കമ്പോണൻറ്റ്, ദെൻ എ സിനെ മാത്രം ഔട്ട്പുട്ട് സൈഡിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് രണ്ട് കപ്പാസിറ്ററി ഫംഗ്ഷൻ. അപ്പോൾ ഓരോ ഫംഗ്ഷനും എഴുതി വെക്കാം. ഫംഗ്ഷൻസ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ്. C1 coupling capacitor in input side. Okay, allow input AC voltage to base terminal. Okay, അതായത് ട്രാൻസിസ്റ്ററിന്റെ ബേസ് ടെർമിനലിലേക്ക് ഇൻപുട്ട് എ സി വോൾട്ടേജിനെ അലോ ചെയ്യും. ആൻഡ് ബ്ലോക്ക് ഡി സി വോൾട്ടേജ് VCC ഫ്രം ഫ്ലോയിങ് ടു ഇൻപുട്ട്. ഓക്കെ, അതുപോലെ ഇതിൽ C1ൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് സൈഡിൽ ഡി സിനെയും ബ്ലോക്ക് ചെയ്യും. അതുപോലെ ഈ VCC റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ VCCൻ്റെ കമ്പോണൻറ്റും ഇതിലേക്ക് ബേസിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ VCC എന്ന് പറയുന്ന ഡി സി കമ്പോണൻറ്റിനെയും ഇതിലേക്ക് ഫ്ലോ ചെയ്യാൻ വിടില്ല. അതുപോലെ ഇൻപുട്ട് സൈഡിലെ ഡി സി കമ്പോണൻറ്റിനെയും ബേസിലേക്ക് ഫ്ലോ ചെയ്യാൻ വിടില്ല. ഓക്കെ, സോ അതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്. C1 coupling capacitor in input side allow input AC voltage to base terminal and block DC voltage VCC from flowing into input. Okay, VCC ബേസിലേക്ക് ഫ്ലോ ചെയ്യുന്നതിന് ബ്ലോക്ക് ചെയ്യും. അതുപോലെ ഇൻപുട്ട് സൈഡിലും ഡി സി കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അതിനെയും ബ്ലോക്ക് ചെയ്യും. ആൻഡ് it only allow input AC voltage to base terminal. Okay, സോ അതാണ് ഇൻപുട്ട് സൈഡിലെ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ. ഇനി C2 എന്ന് പറയുന്നതാണ് കപ്ലിംഗ് കപ്പാസിറ്റർ ഇൻ ഔട്ട്പുട്ട് സൈഡ്. ഓക്കെ, ഔട്ട്പുട്ട് സൈഡിലെ കപ്ലിംഗ് കപ്പാസിറ്റർ ആണ് C2. And this capacitor is used to block the DC component of the output voltage from reaching the load resistor RL. ഓക്കെ, ലോഡിലേക്ക് നമുക്ക് വേണ്ടത് എന്താണ്, ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് പോയിന്റ് എഴുതാൻ സ്ലൈഡ് കാണിച്ചാണ്. ഓക്കെ, എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് RLലേക്ക് വേണ്ടത് എ സി കമ്പോണൻ്റ് ആണ്. ഇനി ആ എ സി കമ്പോണൻറ്റിൽ ഡി സി വരുന്നുണ്ടെങ്കിൽ ആ ഡി സിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് സൈഡിലെ കപ്ലിംഗ് കപ്പാസിറ്റർ C2 യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കമ്പോണൻറ്റ് RC കലക്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ ആണ്. സോ അതിനെ കലക്ടർ റെസിസ്റ്റർ എന്ന് പറയും. അത് റെസിസ്റ്ററിന് അക്രോസ് അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യും. ഇത്രയും കലക്ടർ റെസിസ്റ്ററിന് വേറെ പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഇല്ല. ഓക്കെ, സോ അവിടെ ഒരു കലക്ടർ റെസിസ്റ്റൻസ്, അതായത് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കറണ്ടിന്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു.
സർക്യൂട്ടിൽ നോക്കാം. ഈ VCC വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ കലക്ടറിലേക്ക് ഇവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, RC. സോ RC എന്ന് പറയുന്ന റെസിസ്റ്ററിനെ പറയുന്നതാണ് കലക്ടർ റെസിസ്റ്റൻസ്. ഓക്കെ, then R1 and R2 function we have already discussed the function of R1 and R2 to provide proper biasing. Okay, so next component പറയുന്നത് R1 and R2 along with VCC enables voltage divider biasing. Okay, so biasing provide ചെയ്യാൻ വേണ്ടിയിട്ടാണ് R1 R2 provide ചെയ്യുന്നത്. So R1 and R2 function of R1 and R2 along with VCC enables voltage divider biasing. Okay, ഇനി സർക്യൂട്ടിൽ വരുന്ന ബാക്കി കമ്പോണൻസ് നോക്കാം. So we have already discussed about this capacitor C1 പറഞ്ഞു, then C2 പറഞ്ഞു, C1 C2 coupling capacitor, then resistor R1 and R2 to provide proper biasing, then RC collector resistor. Okay, ഇനി ബാക്കി വരുന്ന രണ്ട് കമ്പോണൻസ് എന്താണ്? This resistor and this capacitor. Okay, so resistor RE, emitter എന്ന ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്ത റെസിസ്റ്റർ ആണ് RE പറയുന്നത്. Okay, so function of this resistor RE is used for thermal stability. Okay, thermal stability means നമുക്കിവിടെ സർക്യൂട്ടിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ വേരിയേഷൻ വരാം. ഓക്കെ, സോ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ ഈ ട്രാൻസിസ്റ്ററിന്റെ പെർഫോമൻസിനെ അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. സോ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈഡ് ആയിട്ട് ഒരു സ്റ്റേബിൾ റീജിയനിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. അതായത് അവിടെ ഇപ്പം നമുക്ക് ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്തു, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു വോൾട്ടേജ് വന്നു. ഇനി ഈ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പം ഈ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിൽ വേരിയേഷൻ വരാൻ പാടില്ല. അപ്പോൾ വേരിയേഷൻ വരാതെ, അധികം വേരിയേഷൻ വരാതെ ഒരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് തന്നെ നിൽക്കുകയാണെങ്കിലാണ് അതിൻ്റെ എന്താ സ്റ്റേബിൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പം അതിൻ്റെ സ്റ്റെബിലിറ്റി, അതായത് സ്റ്റേബിൾ ഓപ്പറേഷനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല ടെമ്പറേച്ചർ വേരിയേഷൻ. ഓക്കെ, സോ ആ തെർമൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്റൻസ് RE യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫങ്ഷൻ ഓഫ് RE ഈസ് ടു പ്രൊവൈഡ് തെർമൽ സ്റ്റെബിലിറ്റി. ഓക്കെ, സോ തെർമൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എമിറ്റർ എന്ന ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അതാണ് RE എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ ഫങ്ഷൻ. ഓക്കെ, so RE stabilizes the operating point against temperature variation. ഓക്കെ, ടെമ്പറേച്ചർ വേരിയേഷൻ, അതിനാണ് തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി, ആംപ്ലിഫയറിൻ്റെ സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ഓപ്പറേഷനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. സോ തെർമൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റേബിൾ ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RE, ഇത് R_C എഴുതണം കേട്ടോ, റെസിസ്റ്റർ RE യൂസ് ചെയ്യുന്നത്. RE സ്റ്റെബിലൈസസ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ വേരിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് കമ്പോണന്റ് ഇവിടെ വരുന്നത് എന്താണ്? കപ്പാസിറ്റർ CE എന്ന് പറയുന്ന കപ്പാസിറ്റർ ആണ് വരുന്നത്. ഓക്കെ, സോ കപ്പാസിറ്റർ CE യൂസ് ചെയ്യുന്നത് ഇവിടെ RE എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് വരുന്ന AC സിഗ്നലിനെ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യാൻ. ഓക്കെ, സോ RE എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് വോൾട്ടേജ് AC സിഗ്നൽ പ്രൊഡ്യൂസ് ആവും. ദെൻ ആ ഒരു AC സിഗ്നലിനെ ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CE എന്ന് പറയുന്ന കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ രണ്ട് കമ്പോണൻസിന്റെ ഫംഗ്ഷൻ. റെസിസ്റ്റർ RE ഫോർ to provide thermal stability and capacitor CE used to bypass AC voltage signal produced across this resistor RE to the ground. ഓക്കെ, സോ REക്ക് പാരലൽ ആയിട്ടാണ് ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ RE എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് പ്രൊഡ്യൂസ് ആവുന്ന AC സിഗ്നലിനെ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്ന ഓരോ കമ്പോണൻസിൻ്റെയും ഫങ്ഷൻ. ഓക്കെ, സോ ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ബേസ് കളക്ടർ റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, സോ പ്രോപ്പർ ബയാസിങ് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. സോ ഇവിടെ പ്രോപ്പർ ബയാസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ദിസ് വോൾട്ടേജ് സോഴ്സ് VCC R1 and R2. ഓക്കെ, ദെൻ C1 and C2 coupling capacitor. C1 coupling capacitor in the input side and C2 coupling capacitor in the output side. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ ഓർത്ത് വെക്കുക, കപ്പാസിറ്റർ ഇറ്റ് വിൽ ബ്ലോക്ക് DC ആൻഡ് ഇറ്റ് അലൗസ് ഓൺലി AC സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇൻപുട്ടിൽ നിന്ന് വരുന്ന
ഇൻപുട്ടിൽ നിന്ന് വരുന്നതോ അതോ ഈ വി സി സിന്ന് വരുന്നതോ ആയ ഡി സി സിഗ്നൽ എമിറ്ററിലേക്ക് എത്താതെ ബ്ലോക്ക് ചെയ്യും. ദെൻ എ സി ഇൻപുട്ടിലെ എ സിനെ മാത്രം ഇതിലേക്ക് പാസ് ചെയ്യും. അതുപോലെ തന്നെ C2 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഓൾസോ ബ്ലോക്ക് ഡി സി ആൻഡ് അലൗ ഓൺലി എ സി കമ്പോണൻറ്റ്. ഓക്കെ, അതായത് ഔട്ട്പുട്ടിലേക്ക് പോകേണ്ട സിഗ്നലിൽ ഡി സി കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും. ദെൻ എ സിനെ മാത്രം പാസ് ചെയ്യും. അതാണ് ഈ കപ്പാസിറ്റേഴ്സിന്റെ ഫംഗ്ഷൻ. ദെൻ റെസിസ്റ്റർ ആർ ഇ ഫോർ തെർമൽ സ്റ്റെബിലിറ്റി, അതായത് ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ അതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ ഇ യൂസ് ചെയ്യുന്നത്. ദെൻ സി എന്ന് പറയുന്ന കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ആർ ഇക്ക് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന എ സി സിഗ്നലിനെ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി എന്ന് പറയുന്ന കമ്പോണന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കമ്പോണന്റിന്റെ ഫംഗ്ഷൻ ആൻഡ് വർക്കിംഗ് ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഇവിടെ ബൈപ്പാസ് കപ്പാസിറ്റർ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് കപ്പാസിറ്റർ ആംപ്ലിഫയറിന്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്യാനും യൂസ് ചെയ്യും. ഓക്കെ, പ്രസൻസ് ഓഫ് സി ഇ ഇൻക്രീസസ് ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ബട്ട് റെഡ്യൂസസ് ഇറ്റ്സ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഒക്കെ എന്താണെന്ന് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഞാൻ പറയും. അപ്പോൾ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സി എന്ന് പറഞ്ഞ കപ്പാസിറ്റർ, അതായത് ഇവിടുത്തെ സർക്യൂട്ടിൽ സി എന്ന് പറയുന്ന കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ഇതിന് അക്രോസ് ആർ ഇക്ക് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന എ സി സിഗ്നലിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ. ദെൻ ഈ സി ഇവിടെ ഈ ഒരു കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന കാരണം ഇത് ആംപ്ലിഫയറിന്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്യിക്കും, പക്ഷെ ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യിക്കും. ഓക്കെ, സോ അതാണ് അത് കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോഴുള്ള വേറൊരു അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പ്രസൻസ് ഓഫ് സി ഇ, സി സഫിക്സ് ഇ ആണ്. Presence of CE increases the gain of the amplifier but reduces its bandwidth. Okay. Then ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. സോ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ഈസ് യൂണിഫോം അലോങ് വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്ട് ഫ്രീക്വൻസി. ഓക്കെ, അതായത് എ സി സിഗ്നൽ പറയുമ്പോൾ എന്താണ്, അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസീസ് ഉള്ള എ സി സിഗ്നൽ അപ്ലൈ ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ 50 ഹെഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, വീട്ടിലേക്കൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള എ സി സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർട്ടൺ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ നമുക്ക് യൂണിഫോം ആയിട്ട് ഗെയിൻ കിട്ടും. അതായത് ഇപ്പം നമ്മൾ 50 ഹെഡ്സ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പം അതിന് കിട്ടുന്ന വോൾട്ടേജ് ഗെയിൻ 5 ആണെങ്കിൽ ഇപ്പോൾ 60 ഹെഡ്സ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ അപ്ലൈ ചെയ്താലും ഗെയിൻ 5 തന്നെ കിട്ടും. ഇപ്പോൾ 100 ഹെഡ്സ് ഫ്രീക്വൻസി അപ്ലൈ ചെയ്താലും ഗെയിൻ 5 തന്നെ കിട്ടും. ഓക്കെ, സോ അതാണ് പറയുന്നത് ഗെയിൻ ഈസ് യൂണിഫോം അലോങ് വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്ട് ഫ്രീക്വൻസി. ഓക്കെ, സോ ഇൻപുട്ട് എന്ന് പറയുന്നത് എ സി സിഗ്നൽ ആണ്. അപ്പോൾ ആ എ സി സിഗ്നൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഉണ്ടാവാം. അപ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ കുറേ ഫ്രീക്വൻസി റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിഫോം ആയിട്ട് ഗെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് ഗെയിൻ കിട്ടും. ഓക്കെ, സോ അതാണ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് യൂസസ് ചീപ്പ് കമ്പോണൻസ്, അതായത് ആകെ യൂസ് ചെയ്യുന്നതാണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ട്രാൻസിസ്റ്റർ. ഓക്കെ, സോ ചീപ്പ് കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ സർക്യൂട്ട് അത്ര കോംപ്ലക്സ് സർക്യൂട്ട് ഒന്നുമല്ല, സിമ്പിൾ സർക്യൂട്ട് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി advantages of RC coupled amplifier. Okay, gain is uniform along wide range of input frequency. അതായത് ഇപ്പോൾ ഒരു 50 to 20 കിലോ ഹെഡ്സ് അത്രയും റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഔട്ട്പുട്ടിൽ കിട്ടുന്നത് കോൺസ്റ്റന്റ് ഗെയിൻ ആയിരിക്കും. അതായത് ഒരേ ഔട്ട്പുട്ട് വാല്യൂ അല്ല, കോൺസ്റ്റന്റ് ഗെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം 5 വോൾട്ട് ആണെങ്കിൽ 5 ആണ് ഗെയിൻ എങ്കിൽ 5 ഇൻറ്റു 5 25 കിട്ടും. അതേസമയം 10 ആണെങ്കിൽ 10 ഇൻറ്റു 5 50 കിട്ടും. ഓക്കെ, സോ ഗെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് 5 ആണെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ കോൺസ്റ്റന്റ് ഗെയിൻ കിട്ടും. അതാണ് ഗെയിൻ ഈസ് യൂണിഫോം അലോങ് വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്ട് ഫ്രീക്വൻസി. ദെൻ യൂസസ് ചീപ്പ് കമ്പോണൻസ് ആൻഡ് സർക്യൂട്ട് ഈസ് സിമ്പിൾ സർക്യൂട്ട്. ഓക്കെ, സോ ഇത്രയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ബാക്കി ഇനി ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നോട്ട്സ് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് നോട്ട്സ് കാണിക്കണം.